ഓക്കെ സുമേഷ്, സനിൽ, ജാഫർ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ തുടങ്ങാം. നമ്മൾ മെഡിറ്റേഷനിൽ ചെയ്തത് ശരിക്കും നമ്മുടെ കഴുത്തിന്റെ സൈഡിലായിട്ടാണ്. അവിടെ നമ്മൾ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്ന, അതേപോലെ തന്നെ നമ്മുടെ ദഹനത്തെയും നിയന്ത്രിക്കാൻ ശേഷിയുള്ള നാഡീകോശങ്ങളുണ്ട്, ന്യൂറോൺസ് ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ പറയാറുള്ളത് കൺഫേം സ്പീക്കിംഗ് നെക്ക് മസാജ് ആണ് ഇതിന് പറയാറുള്ളത്. എന്ന് വിചാരിച്ച് നിങ്ങൾ എല്ലാ സമയത്തും എടുത്ത് ചെയ്യരുത്. ദിവസം ഒരു പ്രാവശ്യമെങ്കിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നെക്ക് മസാജ് എന്നുള്ളത്. അത് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ ഇന്നത്തെ മെഡിറ്റേഷനിൽ ചെയ്തത്. ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഹാർഡായിട്ട് നെക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മുടെ തലയും നമ്മുടെ ശരീരം ഉടലും നമ്മൾ ബന്ധിപ്പിക്കുന്ന ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. നട്ടലിൻ്റെ ഉള്ളിലുള്ള കണക്ഷൻസ് ഉണ്ട്. നമ്മുടെ കഴുത്തിന്റെ സൈഡിലൂടെയാണ് ഒരുപാട് രക്തക്കൊഴലുകളുണ്ട്. നമ്മുടെ ദഹനത്തെ മൊത്തം നിയന്ത്രിക്കുന്ന നെർവുകളുണ്ട്. വാഗസ് നെർവ് എന്നാണ് അതിന്റെ പേര്. അത് നമ്മുടെ തലയിൽ നിന്നും പാസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വേറെയും ഒരുപാട് കണക്ഷൻസ് പരസ്പരം ഉണ്ട്, അല്ലെ? നമുക്കറിയാം, പരസ്പരമുള്ള വയറുകളാണ് ശരിക്കും നമ്മുടെ കഴുത്തിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ദിവസത്തിൽ ഒരു തവണ നെക്ക് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. അതാണ് നമ്മൾ മെഡിറ്റേഷൻ സെഷനിൽ ചെയ്തത്. അപ്പോൾ ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ ആ മെഡിറ്റേഷൻ സ്റ്റേറ്റിലായിരുന്നാൽ നല്ലതായിരിക്കും, കൂടുതൽ നെക്ക് മസാജ് ചെയ്യുന്ന സമയത്ത്. അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇതിൽ ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്ത് പറയുകയും ചെയ്യുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേതായിട്ട്, രക്തസമ്മർദ്ദം പൊതുവെ ഡയബറ്റിക്, നമ്മുടെ പ്രമേഹം ശ്രദ്ധിക്കുന്ന അത്ര പോലും പലപ്പോഴും രക്തസമ്മർദ്ദം നമ്മൾ നിയന്ത്രിക്കാറില്ല. പ്രമേഹത്തെക്കുറിച്ച് ഭയങ്കര ഡിസ്കഷനും ചർച്ചയും ഭക്ഷണ നിയന്ത്രണവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്, അല്ലേ? പ്രമേഹം എങ്ങനെ നിയന്ത്രിക്കണം, അതിൻ്റെ ഭക്ഷണം, കീറ്റോ ഡയറ്റ്, മെഡിറ്ററേനിയൻ ഡയറ്റ് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ ബ്ലഡ് പ്രഷറിന്റെ കാര്യം, രക്തസമ്മർദ്ദത്തിന്റെ കാര്യം വരുമ്പോൾ അധികം അത്രയും ശ്രദ്ധ വരാറില്ല. അതുകൊണ്ടാണ് നാട്ടിൽ കൂടുതലായിട്ട് നമ്മൾ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ പക്ഷാഘാതം, അല്ലെ? പക്ഷാഘാതം എന്ന് പറഞ്ഞാല് തലയിൽ രക്തത്തിന്റെ പ്രശ്നങ്ങൾ വന്നിട്ട് ശരീരത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗം തളർന്നു പോവുക. അങ്ങനത്തെ സംഭവങ്ങൾ കൂടുതലായിട്ട് കേൾക്കാനുള്ള കാരണം ഈ രക്തസമ്മർദ്ദത്തെ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണ്, നമ്മൾ സ്ഥിരം ടെസ്റ്റ് ചെയ്ത് ഉപ്പ് നിയന്ത്രിച്ചുകൊണ്ട് മാത്രം നമ്മുടെ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം നമുക്ക് മാറിപ്പോവില്ല. ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം, ബേസിക് ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കൊടുക്കുന്ന ആങ്കർ ആണ്, ദേഷ്യമാണ്. നമ്മൾ ദേഷ്യം പിടിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഓവറായിട്ട് നമ്മൾ പൊട്ടിത്തെറിക്കുന്ന ഇമോഷൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലക്കകത്തുള്ള ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിക്കാൻ തുടങ്ങും, അല്ലെ? നിങ്ങൾ ആ ഒരു ലാസ്റ്റ് നിങ്ങൾക്ക് ദേഷ്യം വന്ന മൊമെന്റ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. ജസ്റ്റ് മനസ്സിൽ അതൊന്ന് നിങ്ങൾ ഓർത്ത് നോക്കുക. ജസ്റ്റ് ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക, ലാസ്റ്റ് നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ട് ഇപ്പൊ എത്ര കാലമായി? നിങ്ങൾക്ക് ഇന്ന് രാവിലെ എണീറ്റ ശേഷം ദേഷ്യം വന്നിരുന്നോ? ഇന്നലെ ലാസ്റ്റ് ഡേ നിങ്ങൾക്ക് ദേഷ്യം വന്നിരുന്നോ? ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. ദേഷ്യം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ദ്രുതഗതിയിൽ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും, അല്ലെ? നമുക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോവും. ഓവറായിട്ട് നമ്മൾ ഷൗട്ട് ചെയ്യും, അല്ലെ? ഹൃദയത്തിന്റെ ഇടിപ്പ് കൂടും, മസിൽസിലൊക്കെ പ്രശ്നം വരും. ദേഷ്യം പിടിച്ച ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ദഹന പ്രക്രിയയിലും നമുക്ക് ആ പ്രശ്നങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് കമന്റ്. ഓക്കെ ലത, ഇന്നലെ നിങ്ങൾ ദേഷ്യപ്പെട്ടിരുന്നു. അപ്പൊ ദേഷ്യപ്പെടുമ്പം നമ്മുടെ ശരീരത്തിൽ ഇത്രയും സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ രക്തത്തിന്റെ പ്രഷർ കൂടുതലായിട്ട് കടന്നു വരുന്നുണ്ട്, സമ്മർദ്ദം കൂടുതലാവുന്നുണ്ട്. സാധാരണ നമ്മളെ അളവ്, അല്ലെ? നമ്മളെ സാധനം നിങ്ങൾ അളന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. കയ്യിൽ കഫ് വെച്ചിട്ട് നിങ്ങളെ നേഴ്സസ് വന്ന് അളക്കും, അല്ലെ? 120/80 അതിന്റെ കണക്ക് നമ്മൾ പറയാറുള്ളത്. അതിലും ഒരുപാടായിട്ട് കൂടിപ്പോകും നമ്മുടെ രക്തസമ്മർദ്ദം. ഇത് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ അകത്ത് വളരെ സോഫ്റ്റ് ആണ് നമ്മുടെ കുറെ ശരീരഭാഗങ്ങൾ. ഇതിലൂടെ ഈ ഭയങ്കര പ്രഷറിൽ രക്തം വരുമ്പം, അതേപോലെ തന്നെ പ്രഷറില് സമ്മർദ്ദത്തിൽ വരുമ്പം ചില ഏരിയാസ് ഒക്കെ പൊട്ടിപ്പോവാം.
അത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഇനി നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഓർക്കണം. നമ്മുടെ എന്ത് പ്രശ്നമായിരുന്നാലും ഇമോഷൻ തൊട്ട് ശരീര പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ റിലേഷൻസിലെ പ്രശ്നങ്ങളോ എന്ത് തന്നെയായിരുന്നാലും അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കുക, അവെയർ ആവുക, അതിനെക്കുറിച്ച് നമ്മൾ കറക്റ്റ് നമുക്ക് ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതല്ലാതെ നമ്മൾ കൺസൾട്ടന്റ് അടുത്ത് ഇപ്പൊ നിങ്ങൾക്ക് ബിസിനസ് അല്ലെങ്കിൽ എക്കണോമിക് സാമ്പത്തിക പ്രശ്നമുണ്ട്, നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ കൺസൾട്ടന്റിനെ ചെന്ന് കണ്ട് അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് കാര്യമില്ല. ഫസ്റ്റ് നമുക്ക് വേണം ഐഡിയ. അത് എങ്കിലേ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും പറ്റുള്ളൂ, അത് വേറെ കാര്യം. ഫസ്റ്റില് നമുക്ക് വേണ്ടത് ആ ഒരു അവയർനെസ് ആണ്. ഞാൻ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അടുത്ത തവണ നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ ഇത്രയൊക്കെ സംഭവങ്ങൾ എൻ്റെ ശരീരത്തിൽ ഉണ്ടാവുന്നത് എന്നുള്ള ചിന്ത നിങ്ങൾ കൊണ്ടുവരണം. ഒന്നാമത്തേതായിട്ട് ഇതിന്റെ സൊല്യൂഷൻ കൺട്രോൾ സ്റ്റെപ്പുകളാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇതിനെക്കുറിച്ച് ഒരുപാട് നമ്മൾ അറിഞ്ഞിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. മെഡിക്കൽ കോളേജിൽ നമ്മൾ പഠിക്കുന്ന ഒരുപാട് ഡാറ്റ നമ്മൾ ഇങ്ങനെ കയറ്റി വെച്ചുകൊണ്ട് കാര്യമില്ല. നമുക്ക് വേണ്ടത് പ്രശ്നങ്ങൾ പരിഹരിക്കണം, നമ്മുടെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറണം. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഇഞ്ച് ഇൻഫോർമേഷനും ഡാറ്റയും നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് വേണ്ട. നമുക്ക് ആവശ്യമുള്ളത് ഈ സംഭവങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് സംഭവിക്കുന്നുണ്ട്. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നെഗറ്റീവായിട്ട് നമ്മൾ ഒരുപാട് ഇമോഷൻസ് കൊടുക്കുമ്പോൾ അത് രക്തത്തെ ചൂട് പിടിപ്പിക്കുന്നുണ്ട്, രക്തത്തിന്റെ പ്രഷർ കൂടുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിലേക്ക് മൊത്തം പ്രവർത്തനത്തെ അത് താളം തെറ്റിക്കുന്നുണ്ട്. ഇത് നമ്മൾ അവെയർ ആയിരിക്കണം, കറക്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പക്ഷെ ഇതൊക്കെ അറിയാം അറിയാം എന്ന് പറയുമെങ്കിലും ഇത് കറക്റ്റ് ആയിട്ടുള്ള അവയർനെസ് അധിക പേർക്ക് ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ബ്ലഡ് പ്രഷർ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആദ്യത്തിൽ ഒരു ഗുളിക കൊടുക്കും, രാത്രി കഴിക്കാനുള്ള ഒരു ഗുളിക എന്ന് പറഞ്ഞ് മാത്രം കഴിച്ചു തുടങ്ങും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ഈ മാനസിക സമ്മർദ്ദം കൊടുക്കുന്നതിന് ഒരു അയവും വരത്തില്ല, ഒരു മായവും വിചാരിക്കാതെ ടെൻഷൻ അടിക്കുന്നു, ഡിപ്രഷൻ വരുന്നു, അതേപോലെ തന്നെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രഷർ. ചില ആൾക്കാരൊക്കെ പറയാം അത് എൻ്റെ ജോലിയുടെ ഭാഗമാണ്, എൻ്റെ ജോലി ഇങ്ങനെയാണ്, അതിപ്പോ എനിക്ക് മാറ്റാനൊന്നും പറ്റൂല, മനുഷ്യനാവുമ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും പറയാം. അങ്ങനെയൊന്നും അല്ല. ആര് പറഞ്ഞു നിങ്ങളോട് ഇങ്ങനത്തെ ജോലി എടുക്കാൻ? വേറെ ആരെങ്കിലും വന്ന് നിർബന്ധിച്ചത് കൊണ്ടാണോ? അല്ല. നമ്മൾക്ക് ഏത് നിമിഷവും ഏത് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ട് ശരിക്കും. നമ്മളത് ഉപയോഗിക്കുന്നില്ല. നമ്മൾ ആ ഒരു ചെങ്ങലയുടെ ഉള്ളിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമുക്ക് ലൈഫിൽ മാറ്റം വരുത്താൻ ഒരുപാട് സമയത്തിന്റെ ഒന്നും ആവശ്യമില്ല. തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് ഒരു നിമിഷം മതി, ഒരു സെക്കൻഡ് മതി. പക്ഷെ നമ്മൾ വീണ്ടും അതിൽ തുടരുന്നുണ്ടെങ്കിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. നമ്മുടെ ജോലികൾ നമുക്ക് ഓവറായിട്ട് പ്രഷർ തരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ആ ജോലിക്ക് കറക്റ്റ് ഫിറ്റ് ആയിരിക്കില്ല, നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ജോലി ആയിരിക്കില്ല നമ്മൾ ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് ട്രോമകൾ ഉണ്ടായിരിക്കും. ഈ ട്രോമകളെ നമ്മൾ ഹീൽ ചെയ്യുന്നില്ല. ട്രോമകളെ തലയിൽ കയറ്റി, അല്ലെ, വലിയ പാറ കഷ്ണങ്ങൾ നിങ്ങൾ തലയിൽ കയറ്റി നടക്കുമ്പോൾ അത് ഒഴിവാക്കാതെ വേറെ എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കാനുള്ളത്. നമ്മുടെ ഇമോഷൻസിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട, അതിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാല്, ദേഷ്യം വരുന്നു, ഇമോഷൻസ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എന്താണ് കാരണം? എന്ത് ചിന്തകൾ വരുമ്പോഴാണ് എനിക്ക് ആ ദേഷ്യം പിടിക്കുന്നത്, എന്നെ ദേഷ്യപ്പെടുത്തുന്നത് എന്ന് പറയുക. നിങ്ങൾ വിചാരിക്കും എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയുമ്പോൾ അല്ലെ വൈഫ് ഇങ്ങനെ പെരുമാറുമ്പോൾ നാട്ടുകാരിങ്ങനെ പറയുമ്പോൾ അല്ല, അതല്ല കാരണം. അതൊരു ഘടകം മാത്രമാണ്. അത് നമ്മുടെ മനസ്സിൽ ചില ചിന്തകൾ കൊണ്ടുവരുമ്പോഴാണ്. ആ ചില ചിന്തകൾ മനസ്സിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഉദ്ദീപിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ചിന്തകൾ മനസ്സിലേക്ക് അത് കടന്നു വരുന്നു, അപ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത്. നമ്മുടെ ചില ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാതെ നമുക്ക് ദേഷ്യം വരില്ല, അല്ലെ? ആരെങ്കിലും ഇംഗ്ലീഷിലോ അതല്ലെങ്കിൽ നമുക്ക് അറിയാത്തൊരു ഭാഷയിൽ വന്ന് നമ്മളെ തെറി വിളിച്ചാല് നമുക്ക് എന്ത് ഫീൽ ചെയ്യോ? ഇല്ലല്ലോ. നമുക്കത് മനസ്സിലാവുമ്പോഴേ നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. ആരെങ്കിലും, അല്ലേ, സിമ്പിൾ അല്ലേ കാര്യങ്ങള്? ആരെങ്കിലും നമ്മളെ വന്ന് തെറി വിളിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുമ്പോൾ മാത്രമാണ് നമ്മളത് ബാധിക്കുന്നുള്ളൂ. അത് നമ്മളെ മനസ്സിലാകാത്തിടത്തോളം കാലം നമ്മളെ ബാധിക്കുന്നില്ല. അതിന്റെ അർത്ഥം നമ്മുടെ ചിന്തകളാണ് നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്നതും നമ്മുടെ മുറിവേൽപ്പിക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ.
അത് ഏത് ചിന്തകളാണ് എന്നുള്ളത് നമ്മൾ അവെയർ ആയിരിക്കുക, മനസ്സിലാക്കിയിരിക്കുക. കറക്റ്റ് അതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റ് മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. അതാണ് അവയർനെസ്. ഈ ചിന്തകൾ വരുമ്പോഴാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ കറക്റ്റായിട്ട് അവെയർ ആവണം. രണ്ടാമത്തേതായിട്ട് ഇത് നമുക്ക് കറക്റ്റായിട്ട് അവെയർ ആയി നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ പിന്നെയുള്ള സ്റ്റെപ്പുകളൊക്കെ ഓട്ടോമാറ്റിക്കലി നടക്കും അല്ലേ? ഇങ്ങനത്തെ പ്രശ്നം നമുക്കുണ്ട് എന്നുള്ള മനസ്സിൽ കറക്റ്റായിട്ട് മാറിയാൽ, കറക്റ്റായിട്ട് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ അത് മാറ്റണം എന്നുള്ള ചിന്ത വരും. ഇതിൽ നിന്നും രക്ഷപ്പെടണം, ഈ ചങ്ങലകൾ പൊട്ടിക്കണം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വരും. അതിന് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ മനസ്സ് നമുക്ക് പറഞ്ഞു തരും. ഓട്ടോമാറ്റിക്കലി നമുക്കത് ചെയ്തു തുടങ്ങാൻ പറ്റും. ദേഷ്യം അതല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. നമ്മുടെ ദേഷ്യം നിയന്ത്രിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഞാൻ മുന്നത്തെ ഒരു സെഷനിലും പറഞ്ഞിട്ടുണ്ട്, ദേഷ്യം നിയന്ത്രിക്കാനുള്ള 3-4 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളത്. വളരെ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഹലോ സർ, ഓക്കെ പറഞ്ഞു. ഞാൻ ലത. എനിക്ക് BP ഉള്ളതാണ്. ഒരു 2 വർഷം മുമ്പ് പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ഭയങ്കര തളർച്ചയും ക്ഷീണമൊക്കെ വന്നിട്ട് കാണിച്ചപ്പോഴാണ് അന്ന് 190 വരെ ആയി. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ഒക്കെ അത് പക്ഷെ പിന്നീട് കൺട്രോൾഡ് ആയി. ഞാൻ ഇപ്പൊ സിലാക്ക 5 സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ പ്രശ്നം അതിന് ശേഷം ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. BPന്റെ ഒരു പ്രോബ്ലം ഇല്ല. ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. 120 കൂടിപ്പോയാൽ 130 വരെയൊക്കെ ആവാറുണ്ട്. പക്ഷെ വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് തലവേദനയും ചെറിയ ക്ഷീണമൊക്കെ വരുന്നുണ്ട്. അപ്പോഴും ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കും. ഭക്ഷണമൊക്കെ കൺട്രോൾഡ് ആണ്. ഞാനിനി എന്താ ചെയ്യേണ്ടത്? അത് പൂർണ്ണമായി മാറിപ്പോവോ? അത് പൂർണ്ണമായി മാറ്റാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്, അത് സത്യമാണ്. എൻ്റെ ജോലി സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണ്, അതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഇത് പൂർണ്ണമായി മാറിക്കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഇതിലേ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാല് ബ്ലഡ് പ്രഷർ അതിന്റെ പുറത്തേക്ക് വരുന്ന സിംറ്റം മാത്രമാണ്. ചെറിയ ദേഷ്യമല്ല, നല്ല ദേഷ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ചില ഘട്ടങ്ങളിൽ കൂടി വരട്ടെ. ബ്ലഡ് പ്രഷറിന്റെ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് ആയിരിക്കില്ല നിങ്ങളൊരു 5 മിനിറ്റ് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ക്ലിനിക്കിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓടി ചെന്നാണ്ട് അവര് പ്രഷർ ടെസ്റ്റ് ചെയ്യില്ല. ഒന്ന് ഇരിക്കി, ഒന്ന് ശ്വാസം വിടി, അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാന്ന് പറയും. അപ്പോൾ ബ്ലഡ് പ്രഷർ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യും. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇമോഷണൽ കൺട്രോൾ, ഇത് അവെയർ ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് അവെയറായി നമ്മുടെ മനസ്സിന് കൺട്രോൾ നമ്മൾ പതുക്കെ പതുക്കെ കൊണ്ടുവന്നാൽ ഓട്ടോമാറ്റിക്കലി ഈ ബ്ലഡ് പ്രഷറും കറക്റ്റായിട്ട് വരും, തിരിച്ചു വരും, പൂർണ്ണമായിട്ട് തന്നെ തിരിച്ചു വരും. അത് തിരിച്ചു വരണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സെൻസറുകൾ ആക്റ്റീവ് ആവണം. അതേപോലെ തന്നെ സെൻസറുകൾ ആക്റ്റീവ് ആയിരുന്നാൽ പോലും പലപ്പോഴും ഈ സെൻസറുകൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വന്നാൽ പ്രഷർ വീണ്ടും ദേഷ്യം നമ്മൾ ശരീരത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ദേഷ്യം എന്ന് പറഞ്ഞാലല്ലേ ചില ആളുകൾ ഉണ്ടാവട്ടെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ദേഷ്യം എങ്ങനെ ബാധിക്കുന്നുള്ളത്. ചില ആളുകൾ ഉണ്ടാവും പുറത്തേക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, അതായത് കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും, ചില പ്രത്യേക കാരണങ്ങൾ ഉണ്ടായിരിക്കും, ദേഷ്യപ്പെടാൻ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത്തരം ആളുകളുടെ ദേഷ്യം അവരെ ഇമോഷണലി ബാധിക്കുന്നില്ല. അവര് ചിലപ്പോൾ മാനേജിങ് റോൾസിലായിരിക്കാം, എന്തായിരിക്കാം, കറക്റ്റ് ആയിട്ട് അവര് എന്താണോ, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പുറത്ത് ആളുകളോട് സംസാരിക്കുന്നത് കറക്റ്റ് ആയിട്ട് അവരുടെ കയ്യിൽ ഐഡിയ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ശരീരത്തിലേക്ക് ബാധിക്കുന്ന ദേഷ്യം എന്ന് പറഞ്ഞാല് അത് നമ്മൾ ഇമോഷണലി നമ്മളെ പ്രശ്നം ഉണ്ടാക്കുന്നുള്ളൂ. നമുക്ക് ആ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമ്മുടെ എന്താണോ നമുക്ക് ജോലി, ആ ജോലിയിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. അപ്പൊ ഇതിൽ ഈ ഒരു സംഭവങ്ങള്, ട്രോമകള് നമ്മൾ കറക്റ്റ് ആയിട്ട് ഹീൽ ചെയ്ത് ഒഴിവാക്കുക. ബാക്കിയുള്ള ബ്ലഡ് പ്രഷറിന്റെ സംഭവങ്ങൾ ഓട്ടോമാറ്റിക്കലായിട്ട് മാറും. നമ്മൾ ഇതിലേക്ക് ഞാൻ പറയാറുണ്ട്, ട്രീറ്റ്മെന്റ് തുടങ്ങി വിചാരിച്ച് ബ്ലഡ് പ്രഷറിന്റെ മരുന്നുകൾ നാളെ നിർത്തിവെക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. നമ്മൾ സ്ഥിരമായിട്ട് കുടിച്ച മരുന്നുകൾ ഒരു സുപ്രഭാതത്തിൽ നിർത്തി വെക്കേണ്ട കാര്യമില്ല, അത് കണ്ടിന്യൂ ചെയ്യുക. ഈ ട്രോമകൾ കറക്റ്റ് ആയിട്ട് ഹീൽ ചെയ്താൽ, കാരണങ്ങളെ നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ
മനസ്സിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ദേഷ്യം, ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം പിടിപ്പിക്കുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മരുന്ന് ആവശ്യമില്ലാത്തൊരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തും. അങ്ങനെയാണ് നമ്മൾ എത്തിക്കേണ്ടത്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. ഈ മൈൻഡ് കൺട്രോളിങ്, അതേപോലെ തന്നെ ട്രോമകൾ കറക്റ്റായിട്ട് ഹീൽ ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ. വീട്ടിൽ ടെസ്റ്റ് ചെയ്യാറുണ്ട്, മെഷീൻസ്. ഓക്കെ ടെസ്റ്റ് ചെയ്തോ. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഹസീന മനസ്സിലായില്ല, എന്ത് പ്രഷറിൻ്റെ ആണോ? ബ്ലഡ് പ്രഷറിന്റെ കാര്യത്തിൽ ഇതാണ്, നമ്മുടെ ഇമോഷണലി നമ്മളങ്ങ് പൊട്ടിത്തെറിക്കുന്നു. ദേഷ്യം, അതേപോലെ തന്നെ നെഗറ്റീവ് ഇമോഷൻസ് നമ്മുടെ കൺട്രോളിലല്ലാതെ അത് നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ബ്രെയിനിന് പ്രോസസ്സ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് അല്ലേ? നമ്മുടെ തല ചെറിയ സ്പേസാണ്. അവിടെ തന്നെ എന്തൊക്കെ ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. നമ്മുടെ തലക്ക് താങ്ങാൻ പറ്റുന്നതിന്റെ അപ്പുറത്ത് റാമിലുള്ള ഓപ്പറേഷൻസ് തലക്കകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? തല ശരീരഭാഗങ്ങളിലേക്ക് അത് പറഞ്ഞയക്കും അല്ലെ? നമ്മുടെ വണ്ടി എൻജിൻ ചൂടാകുമ്പോ എന്താ സംഭവിക്കുക? റേഡിയേറ്ററിലെ വെള്ളം അത് തിളപ്പിക്കും. അതേപോലെ നമ്മുടെ ശരീരത്തിൽ ഇത് സംഭവിക്കുന്നത്. നമ്മുടെ എൻജിൻ ഓവർ ഹീറ്റ് ആവുന്നത് നമ്മൾ എന്ന് നിർത്തുന്നോ തടയുന്നോ അന്ന് നമ്മുടെ റേഡിയേറ്റർ, നമ്മുടെ രക്തം ചൂട് പിടിക്കുന്നത്, രക്തത്തിന്റെ പ്രഷർ കൂടുന്നതും കുറയും. ഓക്കെ ഹസീന EFT ചെയ്യുമ്പോ അല്ലേ? ഹസീന EFT സിറ്റിംഗിൽ ഇരുന്നിട്ടുണ്ട്. ഓക്കെ അത് നമ്മൾ ഡിസ്കസ് ചെയ്യാട്ടോ. എന്താണ് EFT ചെയ്യുമ്പോ അല്ലേ, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് ചെയ്യുമ്പോൾ എന്താ വെച്ചാല് നമ്മുടെ ഈ റിലീസ് ചെയ്യാണ് പ്രശ്നങ്ങളൊക്കെ. നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്താണോ, പ്രശ്നങ്ങൾ എന്താണോ എന്നുള്ളത് നമ്മൾ പതുക്കെ റിലീസ് ചെയ്ത് ഒഴിവാക്കാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി നമ്മുടെ കൂടുതൽ ഡിസ്കസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഓഫ്ലൈൻ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിൽ അതേപോലെ തന്നെ EMDR ഏത് തെറാപ്പീസിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രോമകള്, അതല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് നമ്മുടെ ശരീരത്തില് കുറെ സെൻസേഷൻസ് ഉണ്ടാക്കും. നമ്മുടെ ശരീരത്തിന്റെ അകത്ത് അധിക സമയത്തും എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാല് നമ്മുടെ പാസ്റ്റ് ലൈഫിൽ ആ സംഭവങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. കനലുകളൊക്കെ ചാരം മൂടി നമ്മൾ പതുക്കെ ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി ഓർക്കാത്ത രീതിയിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ അത് എടുത്ത് ഹീൽ ചെയ്ത് ഒഴിവാക്കുക ചെയ്യുന്നത്. തുടക്കത്തിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ എടുത്ത് EFTയുടെ ആ ഒരു പവർ ഉപയോഗിച്ച് നമ്മൾ പതുക്കെ അത് ഹീൽ ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ആ നെഗറ്റീവ് ഇമോഷൻസിനെ ഓരോന്നായിട്ട് അതിന്റെ ചിന്തകളിൽ നിന്നും വേർപെടുത്താണ് ശരിക്കും ചെയ്യുന്നത്. ഇത് ബാക്കിയുള്ളവർ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ കുറച്ച് ടെക്നിക്സ്, മെത്തേഡ്സ് ഉപയോഗിച്ച്, അതിന് തന്നെ ബേസിക് ടെക്നിക്സ് ഉണ്ട്, കുറച്ച് അഡ്വാൻസ്ഡ്, അങ്ങനത്തെ 2-3 ടൈപ്പ് ടെക്നിക്സ് ഉണ്ട്. അതിൽ നമ്മൾ ചെയ്യുന്നത്, നിങ്ങളുടെ ദേഷ്യം പിടിപ്പിക്കുമ്പം അതല്ലെങ്കിൽ പേടി വരുമ്പം നമ്മുടെ തലക്കകത്ത് ആ ചിന്ത വരുന്നത് നമ്മുടെ തലയുടെ മേലുള്ള ഏരിയ എന്നാണ്. ഈ ഏരിയ ആണ് ശരിക്കും നമ്മളെ ചിന്തിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ഈ ചില ചിന്തകൾ വരുമ്പം ഓട്ടോമാറ്റിക്കലി അത് തലയുടെ ബാക്കിലുള്ള ഏരിയാസ് ഉണ്ട്. ചിന്തിക്കുമ്പോ അല്ലേ, നിങ്ങള് ഓർത്തൊക്കെ ജീവിതത്തില് ചിന്ത ആവുമ്പോ എനിക്കിനി വയ്യ, എനിക്കിനി ജീവിതം മടുത്ത്, ശരീരമൊക്കെ മൊത്തം ഒന്ന് ഫ്രീസ് ആവുന്ന, ഒന്നും ചെയ്യാൻ എനർജി കിട്ടാതെ നമ്മുടെ ശരീരം തന്നെ തളർന്നു പോകുന്ന ചില ഫീലിങ്സ് നമുക്ക് വരും ഇല്ലേ? ജസ്റ്റ് കമന്റ്. ചില ചിന്തകൾ വരുമ്പോ ഇനി അടുത്ത എന്താന്ന് ഒരു ഐഡിയ ഇല്ല, എത്തും പിടിയും കിട്ടുന്നില്ല, ശരീരം തളർന്നു പോകുന്ന പോലെ ഫീലിങ്സ് വരും. അതിന് കാരണം ആ ചിന്തകൾ വരുമ്പം നമ്മുടെ ശരീരത്തിലെ ബാക്കിലുള്ള PAN എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്. അതിന്റെ ഫുൾ ഫോം ഒന്നും ഞാൻ പറഞ്ഞ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. PAN എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്. അങ്ങോട്ട് പതുക്കെ ഈ ചില ചിന്തകള് ബാക്കിലേക്ക് കണക്ഷൻസ് ഉണ്ടായിരിക്കും. അതിനെ റീവയർ ചെയ്ത് EFT ടെക്നിക്സിലൂടെ നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ ചിന്തകളും ഇമോഷൻസും തമ്മിലുള്ള കണക്ഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ തെറാപ്പിയിലൂടെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ചിന്തകൾ വരുമ്പം നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഇമോഷൻസ് വരുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൺട്രോളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും.
നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിക്കാനുള്ള ഒരു സാവകാശം നമ്മുടെ മനസ്സിന് ഓട്ടോമാറ്റിക്കലി കിട്ടും. ചില ഇമോഷൻസ്, ചില ചിന്തകള്, നമ്മുടെ ട്രോമകളുടെ ചിന്തകളൊക്കെ വരുമ്പോ തന്നെ അതിനെ ആരോഗ്യത്തോടെ നോക്കിക്കാണാൻ, ഹെൽത്തി ആയിട്ട് നോക്കിക്കാണാനുള്ള ഒരു ഊർജം നമുക്ക് കിട്ടും. അതാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞത് ബ്ലഡ് പ്രഷറിന്റെ കാര്യം പറഞ്ഞതും ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത് തന്നെയാണ് ബ്ലഡ് പ്രഷറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറെ അസുഖങ്ങളുണ്ട് അല്ലെ? നമ്മുടെ ശരീരത്തിലെ കുറെ അസുഖങ്ങള് ബ്ലഡ് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അസുഖങ്ങളുണ്ട്. അത് നമ്മുടെ ശരിക്കും ബ്ലഡ് പ്രഷറായിട്ട് ഡയറക്റ്റ് ബന്ധമില്ലാത്തതാണ് നമ്മുടെ കാലിലെ വെരിക്കോസ് വെയിൻ. ഇല്ല, ഇങ്ങനത്തെ ഒരുപാട് അസുഖങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ബന്ധമില്ലെങ്കിലും അത് ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ നമ്മൾ അടിക്കുന്ന ഈ ഇമോഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് പൂർണ്ണമായിട്ടും പലപ്പോഴും സംഭവിക്കാറ് എന്താന്ന് വെച്ചാൽ ഇതിന് ചികിത്സ എടുക്കും, സർജറി എടുക്കുന്നു, ചികിത്സ എടുക്കുന്നു, ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്യുന്നു, തൽക്കാലം മാറും. കുറച്ച് കഴിഞ്ഞിട്ട് 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് ഈ അസുഖങ്ങളൊക്കെ വീണ്ടും വീണ്ടും നമ്മളെ വണ്ടി വിളിച്ച് തിരിച്ചു വരുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ നമ്മൾ മാറ്റുന്നില്ല, അതിനെ തിരുത്തുന്നില്ല, ഒഴിവാക്കുന്നില്ല. നമ്മൾ പുറത്തുള്ള കൊച്ചു കൊച്ചു ലക്ഷണങ്ങളെ വീണ്ടും വീണ്ടും ചികിത്സിക്കുന്നു, അസുഖം മാറുന്നില്ല, വീണ്ടും ചികിത്സിക്കുന്നു, ഡോക്ടറെ മാറ്റുന്നു, മരുന്ന് മാറ്റുന്നു, വീണ്ടും ഡോക്ടറെ മാറ്റുന്നു, വേറെ ടെസ്റ്റുകൾ ചെയ്യുന്നു. വയറിലെ അസുഖത്തിന് നമ്മൾ തൈറോയിഡിന് ടെസ്റ്റ് ചെയ്യുന്നു, തൈറോയിഡിൽ ബാക്കിയുള്ള അസുഖങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നു, അസുഖങ്ങൾ മാറി ടെസ്റ്റ് ചെയ്യുന്നു. അതല്ലാതെ എന്തുകൊണ്ട് ഈ പ്രശ്നമുണ്ടായി എന്നുള്ളതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം നമ്മൾ എന്ന് ചികിത്സിച്ചു മാറ്റുന്നോ, നമ്മളെ മനസ്സിന്റെ അകത്തുള്ള പ്രശ്നങ്ങൾ നമ്മൾ എന്ന് ഹീൽ ചെയ്യുന്നോ, അന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഓരോന്നായിട്ട് തിരിച്ചു വരും. നമ്മുടെ ആരോഗ്യം, കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലേക്ക് തിരിച്ചു വരും പൂർണ്ണമായിട്ടും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരവാദിത്തം നമുക്ക് മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് ഹീൽ ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കും. അതല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും, എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, നിങ്ങൾ വേറെ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറിപ്പോവില്ല. താൽക്കാലികമായിട്ട് ആശ്വാസം കിട്ടും കേട്ടോ, താൽക്കാലികമായിട്ട് സമാധാനം കിട്ടും. അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ മാറ്റാത്തിടത്തോളം കാലം പൂർണ്ണമായിട്ട് ഒരിക്കലും പ്രശ്നങ്ങൾ അവസാനിക്കില്ല. ക്ലിയർ അല്ലേ? നമുക്കപ്പോ ഇന്നത്തെ സെഷൻ നിർത്താം. ഓക്കെ, താങ്ക് യു. വേറെ കൂടുതൽ ഡൗട്ടുകളൊന്നുമില്ലല്ലോ? പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ടിപ്സ് സംഭവങ്ങളൊക്കെ കിട്ടും, കുറെ ടിപ്സുകളൊക്കെ. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, ഫോളോ ചെയ്യാതിരിക്കാം, അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഫ്രീഡമാണ്, സ്വാതന്ത്ര്യമാണ്. അതിലൊന്നും ഞാൻ കൈ കടത്തുന്നില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ എന്തൊക്കെ ടിപ്സ് ഫോളോ ചെയ്താലും, ഇനി ഏത് ഡോക്ടർ ടിപ്സ് ആയിരുന്നാലും, നിങ്ങൾ ഈ അടിസ്ഥാനപരമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാത്തിടത്തോളം കാലം പൂർണ്ണമായിട്ടും അസുഖങ്ങൾ മാറില്ല, താൽക്കാലികമായിട്ടേ മാറുകയുള്ളൂ. മരുന്നുകളെ ലക്ഷണങ്ങൾ ചികിത്സിക്കാനേ നമുക്ക് പറ്റുള്ളൂ, നമ്മുടെ ആ പ്രശ്നങ്ങൾ കുറക്കാനേ നമുക്ക് ഹെൽപ്പ് ചെയ്യുള്ളൂ. നമ്മൾ ബ്ലഡ് പ്രഷറിന്റെ കാര്യത്തിലായിരുന്നാലും അന്നേരമുള്ള ബ്ലഡ് പ്രഷറിന് ഏകദേശം 6 തരത്തിലുള്ള മരുന്നുകളുണ്ട്. ഒന്ന്, നമ്മുടെ രക്തക്കൊലകളെ പതുക്കെ ഒന്ന് ചെറുതാക്കാൻ, ബ്ലഡ് പ്രഷർ കൂടുമ്പം രക്തക്കൊലകൾ ഒന്ന് വലുതാക്കാൻ, അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പമ്പ് അടിക്കുമ്പം, ജോയിന്റ് ഇടുമ്പം, ജോയിന്റ് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ വരുന്ന വെള്ളത്തിന്റെ ഫോഴ്സ് കൂടും, പ്രഷർ കൂടും, അല്ലെ? വരുന്ന ദ്വാരം ചെറുതായി കഴിഞ്ഞാൽ പ്രഷർ കൂടും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ രക്തക്കൊലകളൊന്ന് വലുതാക്കി കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കുറച്ച് കുറയും. അങ്ങനെ രക്തക്കൊലകളെ വലുതാക്കാൻ, താൽക്കാലികമായിട്ട് വലുതാക്കാനേ പറ്റുള്ളൂ, വലുതാക്കാനുള്ള മരുന്നുകൾ, കൂടുതലായിട്ട് മൂത്രം ഒഴിക്കാനുള്ള മരുന്നുകൾ, ഇതേപോലെ 6 മൊത്തത്തിൽ 6-7 ടൈപ്പ് മരുന്നുകളുണ്ട്. ഇത് അന്നേരം നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കുറച്ച് തരും, ഉപയോഗിക്കാം. ബ്ലഡ് പ്രഷർ ഓവറായിട്ട് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. പക്ഷെ ഇത് പൂർണ്ണമായിട്ട് മാറിപ്പോവണമെങ്കിൽ ഇതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് മാറണമെങ്കിൽ നമ്മൾ അകത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് അത് കട്ട് ചെയ്യുന്ന വേണം. നമ്മുടെ മനസ്സിന്ന് നമ്മുടെ എൻജിൻ ചൂട് പിടിപ്പിക്കുന്നത് ഒഴിവാക്കുക തന്നെ വേണം. ഓക്കെ, താങ്ക് യു ആൾ. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. താങ്ക് യു ആൾ.